ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ കുറച്ചും കൂടെ സെക്യൂറായിട്ട് ഇരിക്കുക എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ല. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമത് ഒരാൾ നിങ്ങളുടെ ഒരു ലൈഫിലോട്ട് ഇൻവോൾവ് ആവരുത്. ഇതിപ്പോൾ അമ്മ, അച്ഛൻ, ഫ്രണ്ട്സ്, സിബ്ലിങ്സ് ഒന്നും ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു കാര്യങ്ങൾ പരസ്പരം നിങ്ങൾ ഷെയർ ചെയ്യുക, അല്ലാണ്ട് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനേ പാടില്ല. നിങ്ങളിപ്പം ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങളുടെ പാർട്ട്ണറിന് മേടിച്ച് കൊടുക്കുക, ഒരു ഷർട്ട് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളവരോട് പറയാണ്ടിരിക്കുക. ഓക്കെ, ആ സീക്രട്ടായിട്ട് വെക്കാം. സീക്രട്ടായിട്ട് ലവ് ബിൽഡ് ചെയ്യുക, സെക്യൂറായിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫിൽ കുറേ നല്ല സ്വീറ്റ് മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ അയ്യോ ഞാൻ അമ്മയെ കൊണ്ടുപോകാം, അല്ലെ അച്ഛനെ കൊണ്ടുപോകാം, എൻ്റെ സഹോദരിയെ കൊണ്ടുപോവാം, അങ്ങനൊരു തോട്ട് വരാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ മാത്രമുള്ളൊരു ലവ് ലൈഫ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക ആൻഡ് സെക്യൂറായിട്ട് ഇരിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും മറ്റുള്ളവരോട് പറയാണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ ഇന്നടുത്ത് പോയി, ഇപ്പോൾ നിങ്ങൾ മൂന്നാർ പോയി ടൂറിന്, അവിടെ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജനറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെന്താ അവിടെ ചെന്നിട്ട് ഇന്ന ഫുഡായിരുന്നു, ചേട്ടന് അത് ഒരുപാട് ഇഷ്ടമായി, എൻ്റെ വൈഫാണെങ്കിൽ എന്നോട് ഇന്നത് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ ഞാനത് മേടിച്ചു കൊടുത്തു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറയണ്ട. കാരണം നിങ്ങൾക്ക് കണ്ണീർ കിട്ടാനും കണ്ണീർ ദോഷങ്ങളൊക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ വരുന്നു, നിങ്ങളിപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ആനിവേഴ്സറി ആണെങ്കിൽ പോലും നിങ്ങൾ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് കേക്ക് മുറിക്കുന്നു, ശരിയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായുള്ള പ്രൈവറ്റ്, നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചിട്ട് നിങ്ങൾ പ്രൈവറ്റായിട്ട് ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടെ നിങ്ങൾക്ക് ഈ കണ്ണീരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, ഓരോരുത്തർ ജലസി ആയിട്ടിങ്ങനെ ഒന്ന് നോക്കിയാൽ പോലും മതി, മനസ്സിലായോ? നിങ്ങളുടെ ലൈഫിൽ അത് പെട്ടെന്ന് എന്താ പറയുന്നത് ഇതാവാൻ സാധ്യതയുണ്ട്, അത് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയോട് പോലും നിങ്ങളിപ്പം എനിക്ക് എൻ്റെ പാർട്ട്ണർ, എൻ്റെ വൈഫ് എനിക്കാണെങ്കിലുണ്ടല്ലോ ഒരു നല്ല വാച്ച് മേടിച്ചു തന്നു, അമ്മ ഇത് കണ്ടോ? അപ്പോൾ അമ്മ ഇത് കൊള്ളാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും പൈസ ഉള്ള സാധനം ഇത്രയും കൊടുത്തോ, എവിടുന്നാ, അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ അവരുടെ തലയിൽ ഉദിക്കുന്നുണ്ട്, മനസ്സിലായോ? അങ്ങനെ കണ്ണേറിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറിയിരിക്കുക. നിങ്ങളുടെ ലവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിനെ സെക്യൂറായിട്ട് വെക്കുക. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിനെ സെക്യൂറായിട്ട് വെക്കുക. ആരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്ണറിനെ ഒന്നും പറയാൻ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ചിലപ്പം ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങളുടെ ലവറിനെ വന്നിട്ടൊന്നും പറയാൻ നിങ്ങളെ ഇടയാക്കരുത്. ഓക്കെ.